നമസ്കാരം. പെൻഡ ഡെയിലി മാർക്കറ്റ് സമ്മറി റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇൻഡെക്സ് നേട്ടം നിലനിർത്താനായില്ല. ശരിക്കും പറഞ്ഞാൽ സെൻസെക്സ് ഏതാണ്ട് 700 പോയിന്റാണ് ഇന്നത്തെ ഹൈയിൽ നിന്ന് താഴേക്ക് വന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 250 പോയിന്റിന് മുകളിൽ രാവിലെ ഓപ്പൺ ചെയ്തതാണ്. അതിനും ഇന്ന് നേട്ടം നിലനിർത്താനായില്ല. ഏതാണ്ട് ഹൈയിൽ നിന്ന് 1% താഴ്ന്നാണ് നിഫ്റ്റി സെൻസെക്സ് ക്ലോസ് ചെയ്തത്. എങ്കിലും പോസിറ്റീവ് നിലനിർത്തി എന്ന് വേണം പറയാൻ. സെൻസെക്സ് 888 പോയിന്റാണ് രാവിലെ കയറിയത്. ക്ലോസ് ചെയ്തത് 80,718 പോയിന്റിൽ 150 പോയിന്റ് പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,737 ക്ലോസ് ചെയ്തത്. 19 പോയിന്റിന്റെ ഗെയിനാണ് ഇന്നുണ്ടായത്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും എല്ലാം 0.6% മൈനസിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. PSU ബാങ്ക്സ്, അതുപോലെ IT, റിയാലിറ്റി, മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ് എല്ലാം നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ ഫിനാൻസ്, ഓട്ടോ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, പ്രൈവറ്റ് ബാങ്കുകളെല്ലാം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. GSTയിലെ സ്ലാബുകൾ വെട്ടിക്കുറച്ചും നിരക്കുകളൊക്കെ താഴ്ത്തിയും എല്ലാ മിക്ക പ്രോഡക്റ്റുകൾക്കും, അതായത് നമ്മൾ പ്രധാനമായിട്ടും സെക്ടറുകൾ പറഞ്ഞാൽ FMCG, ഓട്ടോ, സിമെന്റ്, ഇൻഷുറൻസ് എന്നീ സെഗ്മെന്റിലെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് GSTയുടെ ഈ റീഫോംസ് വന്നിരിക്കുന്നത്. അതേ തുടർന്നുണ്ടായിരുന്ന ഒരു പോസിറ്റിവിറ്റി രാവിലെ ഉണ്ടായിരുന്നെങ്കിലും ക്ലോസിങ്ങിന്റെ സമയത്ത് ജസ്റ്റ് പോസിറ്റീവിൽ മാത്രമാണ് ക്ലോസിങ് ചെയ്യാൻ കഴിഞ്ഞത്. നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ കാണാമായിരുന്നു. ഇന്നും FIs നല്ല എമൗണ്ട് സെല്ലിംഗ് ആയിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ ഇതായിരിക്കും മാർക്കറ്റ് ഓരോ സെൽ ഔട്ട് റാലി എന്നുള്ള രീതിയിൽ മാർക്കറ്റ് കയറുമ്പോൾ തന്നെ ഉടനെ സെല്ലിംഗ് വരുന്ന രീതിയാണ് മാർക്കറ്റിൽ ഇപ്പം കാണുന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ മാർക്കറ്റിലാണെങ്കിലും ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് മിക്സഡ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ GSTയുടെ റാഷണലൈസേഷനും അതുപോലെ റഷ്യൻ ക്രൂഡ് ഓയിൽ നമുക്ക് വില കുറച്ച് കിട്ടുന്നതും ഒക്കെ മറ്റു പോസിറ്റിവിറ്റിയാണ്. എങ്കിൽ പോലും ഈ മാർക്കറ്റിന്റെ അണ്ടർലൈൻ സെന്റിമെന്റ്സ്, അതായത് US-ന്റെ താരിഫ് റിലേറ്റഡ് ഇഷ്യൂസ്, അതിനെ പറ്റിയുള്ള ഒരു സെന്റിമെന്റ്സ് ഇപ്പോഴും മാർക്കറ്റിൽ നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ ട്രംപിന്റെ അപ്രതീക്ഷിതമായ പല നീക്കങ്ങൾക്കും മാർക്കറ്റിനെ സംബന്ധിച്ച് സംശയത്തോടുകൂടിയാണ് കാണുന്നത്. ഇതായിരിക്കാം മാർക്കറ്റ് ഇതുപോലെ കറക്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി US ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് മിക്സഡ് ആയിട്ടാണ് നടക്കുന്നത്. അതുപോലെ യൂറോപ്യൻ മാർക്കറ്റും മിക്സഡ് ആയിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്.